എന്നോട് ഇങ്ങനെ ചോദിക്കല്ലേ, വെറൈറ്റി വേണമല്ലേ, വെറൈറ്റി വേണമെന്നല്ലേ സലീം കുമാറിനോട് ചോദിക്കണെന്ത്? മുദ്ര മാത്രം മാറിയിട്ട് കാര്യമില്ല. ഇതാണ് ശരിക്കും വെറൈറ്റി. വീഡിയോ ഒന്ന് കണ്ടുപോയിക്കോളി. ഹായ്, ഇന്നത്തെ നമ്മൾ ആദ്യത്തെ സൈറ്റ് തൃശ്ശൂർ മണ്ണുത്തിയിലുള്ളതാട്ടോ. ഇവിടെ എന്താ ശരിക്കും സ്ഥലപ്പേര് പറയാ? മുക്കാട്ടുകരയാണേ. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഇട്ടായിരുന്നത് എത്ര സെന്റിലാണ് ഈ വീട് വെക്കണത്? 2.5 സെന്റിലാണ് കേട്ടോ. ഇത് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് എത്ര വരുന്നുണ്ട്? എല്ലാം പാടെ റൂഫ് ടോപ്പും കൂടി കൂട്ടി കഴിഞ്ഞാൽ കുറച്ചും കൂടി അധികം വരുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഈ താഴെ കാണുന്നത് കണ്ടില്ലേ, ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊരു വെറൈറ്റി വീടാണെന്ന്. ലെയറായിട്ട് ചെയ്യണ വീടാണ് ഇത്. 7 അടി ഹൈറ്റിൽ ഒരു കാർ പോർച്ച് ഫുള്ളി ലെങ്ത് ആയിട്ട്. ഇനി അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മളെ സിറ്റ് ഔട്ടും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ആണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടൊക്കെ ചെറുതാണ്. നേരെ കയറി ചേർന്ന ഒരു ലീവിങ് വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ സ്റ്റെയറാണ്. കാരണം ഇവിടുന്ന് 10 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ കാർ പോർച്ച് കണ്ടില്ലേ, അതിൻ്റെ മുകളിലേക്ക് എത്തും 10 സ്റ്റെപ്പ്. അപ്പോൾ അതൊരു പകുതി ഹൈറ്റ് ആയിരുന്നു, അതിൻ്റെ മുകളിലേക്ക് എത്തും. പിന്നെ അവിടുന്ന് നേരെ തിരിച്ച് കയറി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ അടിച്ചിരിക്കുന്നതിൻ്റെ സ്ലാബിൻ്റെ മുകളിലേക്കാണ് വരിക. അപ്പോൾ അങ്ങനെ ലെയറായിട്ടാണ് പോണത്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൽ ഇത് കാണുമ്പോൾ കിച്ചണാന്ന് വിചാരിക്കേണ്ട, കാരണം നമുക്ക് അവിടെ ചുമര് അത്രേ ഹൈറ്റ് വരുന്നുള്ളൂ. അതായത് ജനലിൻ്റെ മുകളിൽ നേരെ സ്ലാബാണല്ലോ വന്നിരിക്കുന്നത്, അപ്പുറത്ത് കാർ പോർച്ച് ആയതുകൊണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വെന്റിലേഷനാണ് വെച്ചിരിക്കുന്നത്. ബെഡ്റൂമിന് നല്ല വെന്റിലേഷൻ ആയിട്ടിരിക്കും. പിന്നെ നോർമലി നമ്മൾ ഇപ്പുറത്തെ സൈഡ് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ സൈഡിലും വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോ പോരെ, താഴത്ത് ഇത്രയാണുള്ളത്. പിന്നെ കിച്ചണും കാര്യങ്ങളൊക്കെ നമ്മൾ ആ കാർ പോർച്ചിൻ്റെ മുകളിലാണ് വരുന്നത്. അത് ഞാൻ അവിടെ കയറിയിട്ട് കാണിച്ചു തരാം. അതായത് ഇത്രേ ഉണ്ടാവുള്ളൂ. ഇവിടെ മുതൽ അവിടെ 10 സ്റ്റെപ്പ് കയറി കഴിഞ്ഞിട്ടാണ് കിച്ചണും കാര്യങ്ങളൊക്കെ വരുന്നത്. വല്ലാണ്ട് വയസ്സായ ആൾക്കാർക്ക് പറ്റിയ പ്ലാനല്ല, പക്ഷെ ചെറുപ്പക്കാർക്കും അതുപോലെ തന്നെ ചെറിയ സ്ഥലങ്ങളുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ പ്ലാനാണ്. കാരണം ഒരുപാട് വയസ്സ്, ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ വയസ്സായ ആൾക്കാർക്കാണ്. അവർക്കൊന്നും ഇതേപോലെ സ്റ്റെപ്പ് കയറിയിട്ട് പോയിട്ട് അടുക്കളയിൽ വെക്കാനും ഇതിനൊന്നും പറ്റില്ല. പിന്നെ ഇന്നെ പോലത്തെ ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ചെറിയ സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലക്ഷറി വീടായിട്ട് ചെയ്യുക. ഇതിൽ 4 ബെഡ്റൂമാണ് വരുന്നുണ്ട്. 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്, പിന്നെ ഹാള് വരുന്നുണ്ട്, കിച്ചൺ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. പിന്നെ ഇത്രയും വലിയൊരു കാർ പോർച്ചും വരുന്നുണ്ട്. പിന്നെ ഇതിൽ അമ്മും വരുന്നുണ്ട്. അമ്മൂന് കാര്യമൊന്നുമില്ല, അമ്മൂന് ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല. അതാണ് ഞാൻ വീഡിയോ എടുക്കണത്. കാരണം അമ്മൂന് ഇതിൻ്റെ മുകളിൽ കയറി. ഇവിടെ പഴയ വീടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് പൊളിച്ചിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ഇപ്പുറത്ത് ചെയ്യണം എന്നൊക്കെ സാബു സാണി പറയുന്നുണ്ട്. അതൊക്കെ പിന്നെ നമുക്ക് നോക്കാം. എന്തായാലും ഇത് ഇപ്പോൾ പൊളിക്കേണ്ടി വരും അല്ലേ? കാരണം ഇത് കണ്ടില്ലേ, ഇതാണ് റോഡ്. പിന്നെ ഈ സൈഡ് ഇങ്ങനെ ബാക്ക് സൈഡ് നമുക്ക് ആകെ ബുദ്ധിമുട്ടാണ്. അപ്പം എന്തായി കഴിഞ്ഞാലും ഇപ്പോൾ ഇത് തോണി ഇത് വർക്ക് കഴിയുമ്പോഴാവട്ടത് സൂപ്പറാവുന്ന പറഞ്ഞാൽ, ഇത് വെറുതെ ഞാൻ വായോണ്ട് സൂപ്പറാവെന്ന് പറയണത് തള്ളി മറിക്കണതല്ല. ഇതിൻ്റെ പ്ലാനും എലിവേഷൻ ഇട്ട് തരാം. പ്ലാൻ ഇട്ട് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റ് ചിലപ്പോൾ ദേഷ്യം വരും, കാരണം ചെയ്യേണ്ടി വരും. പിന്നെ ഞങ്ങളും തന്നെ നോർമൽ ഇങ്ങനത്തെ വീടുകളെന്നൊക്കെ ചെയ്യുമ്പോഴേ ഞങ്ങളെ സാധാരണത്തെ റേറ്റ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് കേട്ടോ. കാരണം ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയെന്ന് ഞാൻ മോള് പോയിട്ട് പറഞ്ഞു തരാം. നമുക്കൊരു വീട് മനസ്സിലാക്കി ചെയ്യുന്നതിന് പകരം ഇപ്പോൾ ഈ ഒരു ചെറിയ ഏരിയനെ 2 പ്രാവശ്യമായിട്ട് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ചുമര് വെക്കുന്നതൊക്കെ ഡബിളായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സാധാരണ ചെയ്യുന്ന റേറ്റ് ആയിരിക്കില്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഇത് സ്ഥലപരിമിതിയാണ് അല്ലേ, ഇത് തൃശ്ശൂർ ടൗണിലാണ്. അപ്പോൾ 2.5 സെൻറ്റ് സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു ലക്ഷറി വീട് എന്ന് പറയുമ്പോൾ 2.5 സെൻറ്റ് സ്ഥലത്ത് 4 ബെഡ്റൂമുള്ള വീട് തന്നെ അത്യാവശ്യം നല്ലതായില്ലേ. ബാക്കി ഞാൻ മുകളിൽ കയറിയിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ നമ്മളെ കാർ പോർച്ചിൻ്റെ മുകളിൽ വരുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ കിച്ചൺ വരിക. അതേപോലെ 2 ഹൈറ്റായിട്ട് ഇപ്പോൾ ഒറ്റയടിക്ക് സ്റ്റെയറിന് കയറുന്നതിന് പകരം 10 സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറി, പിന്നെ 10 സ്റ്റെപ്പ് അങ്ങോട്ട്, അതേപോലെ തന്നെ തിരിഞ്ഞ് കയറി, അങ്ങനെയാണ് ഈ വീട് വരിക. അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ അടിയിൽ ഈ ഒരു സ്പേസ് മൊത്തം കാറ് 2 വണ്ടി സുഖമായിട്ട് നിർത്തിയിടാൻ പറ്റും. പിന്നെ അതിൻ്റെ കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ താഴത്താണ് ഇപ്പോൾ ഈ ഒരു കിച്ചൺ വെച്ചാൽ എന്തായി കഴിഞ്ഞാലും ഇപ്പോൾ ഈ ഒരു കാണുന്ന വ്യൂ ഉണ്ടാവില്ല. കണ്ടില്ല, അടിയത്തെ ഈ മതിലിൻ്റെ വ്യൂ ഉണ്ടാവുക. പക്ഷെ ഇപ്പോൾ നല്ല പീസ്ഫുള്ളായിട്ട് നല്ല അടിപൊളി പാടാണ്.
അപ്പോൾ ആ പാടത്തിൻ്റെ ഒരു വൈഭവം കണ്ട് അടുക്കളയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് സുഖം താഴത്ത് ചെയ്യണേക്കാളും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി പണിയാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, ഇപ്പോൾ ഈ മൊത്തം കാണുന്ന ഈ ഒരു വീടിൻ്റെ ഒരു മെയിൻ സ്ലാബ് അടിക്കുന്നതിന് പകരം ആദ്യം ഇതടിക്കണം, പിന്നെ ഇതടിക്കണം. അതും കൂടാണ്ട് ഈ ചുമര് വെക്കലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ ഇവിടെ ആദ്യം ചുമര് വെക്കണം, ഇനി ഇവിടെ ചുമര് വെച്ച് ഇതിൻ്റെ സ്ലാബ് അടിച്ചതിന് ശേഷമേ ഉള്ളൂ അവിടെ ചുമര് വെക്കാൻ പറ്റുക. അതായത് ഓരോ ലെയറായിട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. മെയിൻ സ്ലാബ് ആണെങ്കിലും ശരി, ചുമരാണെങ്കിലും ശരി, ഒക്കെ ഇപ്പോൾ ഇരട്ടി പണിയാണ്. അതായത് 2 നില വീട് ചെയ്യണ മാതിരിയാണ്. ഇപ്പോൾ ഈ ചുമര് വെച്ചതിന് ശേഷം നമ്മളെ ഈ ടീം എറണാകുളത്തേക്ക് പോയി. ഇനി ഇവരിത് മെയിൻ സ്ലാബ് ചെയ്ത് 15 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ വർക്ക് തുടങ്ങാൻ പറ്റുക. അപ്പോൾ ഇനി ഇവിടെ വന്നിട്ട് ഇതിൻ്റെ മുകളിൽ ചുമര് വെക്കണം. അതേപോലെ തന്നെ ഈ സ്ലാബിൻ്റെ മുകളിലും കൂടിയാണല്ലോ ഇതിൻ്റെ ബാലൻസ് ചുമര് വരിക. അപ്പോൾ ആ സ്ലാബിൻ്റെ മുകളിലത്തെ ചുമരും കൂടി ആയി കഴിഞ്ഞാലേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ ഒരു ഏരിയ മെയിൻ സ്ലാബ് അടിക്കാൻ പറ്റുക. അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ ഇതിൽ വരും. വീട് കാണുമ്പോൾ ചെറിയ വീടാണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് പണിയെടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം 4 ബെഡ്റൂമാണ്, 4ലും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇപ്പോൾ ഈ കാണിച്ചത് താഴത്തുള്ള ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പിന്നെ ഈ ഒരു ബാത്റൂം വരുന്നത് വീടിൻ്റെ നടുക്കായിട്ടാണ് വരിക. വീടിൻ്റെ നടുക്കായിട്ട് വരുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിതിൻ്റെ ഡ്രെയിനേജും പൈപ്പൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇതിങ്ങനെ ഫുള്ളായിട്ടൊരു സി ടൈപ്പിൽ വേണ്ടി വരും കോൺക്രീറ്റ് ചെയ്യാൻ. എന്നാലേ ഉള്ളൂ പ്ലംബിങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ പൈപ്പ് കൊണ്ടുപോകാൻ പറ്റുക. പിന്നെ ബീമുകളും കുറേ അധികം വരും, കണ്ടില്ല. ആകെ ഒരു ചെറിയൊരു ഏരിയ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വർക്ക് ഒരുപാട് കൂടുതൽ വരും ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കോണി തന്നെയാണ്. കാരണം ഇത് നമ്മൾ താഴെ കണ്ട കാർ പോർച്ച്, ആ കാർ പോർച്ചിൻ്റെ മുകളിലേക്ക് വരുന്നത് താഴത്തുനിന്ന് 10 സ്റ്റെപ്പ്, അതേപോലെ തന്നെ 10 സ്റ്റെപ്പ് ഇതിൻ്റെ മുകളിലേക്കും വരും. അങ്ങനെയാണ് ഈ വീട് ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള രീതിയിൽ പോണത് കേട്ടോ. പക്ഷേ ചെറിയൊരു ഏരിയ സ്ക്വയർ ഫീറ്റിൽ, അതായത് 2.5 സെൻറ്റിലൊക്കെ ചെയ്യാൻ പറ്റിയ വലിയ ഒരു ലക്ഷറി വീടാവും വർക്ക് കഴിയണ സമയത്ത്.